അതിന്റെ ഐഡിയകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം നമുക്ക് ക്ലാസ്സുകളിലേക്ക് പടാന്ന് കയറാം. നല്ല പവറായി. അതായത് നമ്മൾ തുടങ്ങുന്നത് ആദ്യം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യമാണ്. കാരണം വാട്സപ്പ് ഗ്രൂപ്പ് ഫുൾ ആയി സാർ എന്ന് പറയുന്നതിന് കാര്യം നമുക്ക് എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ട് കളിക്കാൻ പറ്റത്തില്ല. വാട്സപ്പ് മാനേജ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. എന്നാലും ഒരുപാട് പേര് പറഞ്ഞു ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിനൊക്കെ പരിമിതികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് വാട്സപ്പ് ഗ്രൂപ്പ് ഇന്നത്തെ എന്റെ വീഡിയോയുടെ താഴെ ഗ്രൂപ്പിന് ലിങ്ക് ഉണ്ട്. ഒരു വട്ടം ഒരു ഗ്രൂപ്പിൽ കയറി പിന്നെ മറ്റൊരു റിപ്പീറ്റ് ചെയ്ത് കയറാതിരിക്കുക. കാരണം എല്ലാ ഗ്രൂപ്പിനകത്തും പറയുന്ന കാര്യങ്ങളല്ല ഒരുപോലെ തന്നെ. ഇനി അതിനകത്ത് എന്ത് പറയുന്നുണ്ട് സാർ, ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകം പറയുന്നുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഒരുപാട് കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ ചോദിക്കുന്നു. അവർക്കെല്ലാം അവസരങ്ങൾ ബാക്കിയുള്ള ഒരുക്കി കൊടുക്കുക. പുതുതായിട്ട് വരുന്നവർക്കെല്ലാം ഇന്ന് 5 ഗ്രൂപ്പോളം ഇന്ന് ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കയറാം. കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് കയറാം. ഒരു പ്രശ്നമില്ല. റിപ്പീറ്റ് അടിച്ച് കയറാതിരിക്കാൻ നോക്കുക. അന്നേരം അത് ഒരു കാര്യം കഴിഞ്ഞു. 2, എനിക്ക് ഒരുപക്ഷെ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 7 മുതൽ ഒരു 12, 1 മണി വരെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണ് ഇപ്പോഴും. ഓരോ ദിവസവും അത് എന്റെ കുഞ്ഞ് ഹോസ്പിറ്റലൈസ് ആയിട്ടിരിക്കുമ്പോഴും ഞാൻ ഇത്ര സമയം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. നിങ്ങൾ മാക്സിമം കോളുകൾ, ഒരുപാട് കോളുകൾ വരുമ്പോൾ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് റിപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്സിന്റെ എൻട്രൻസ് എടുക്കുന്നുണ്ട്, ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്, ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം മാനേജ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ഭൂരിഭാഗം ജീവിതം ഇപ്പം +1കാർക്ക് വേണ്ടിയാണ്. ഇനി എനിക്ക് എന്റെ +2കാർക്ക് 1000 രൂപയ്ക്ക് വേണ്ട ലാബ് കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് വേണ്ടിയുള്ള വീഡിയോസ് ഇടണം, അതെല്ലാം ചെയ്യണം. നിങ്ങൾക്ക് സുരക്ഷിതമാക്കി +1കാര് ഇതുവരെ സ്കൂളിൽ പോയില്ല എന്നുള്ള വിഷമത്തിൽ 100% ഞാൻ 100% ഫ്രീ ക്ലാസ്സുകൾ +1കാർക്ക് ആക്കി തന്നതും ഫിസിക്സും കെമിസ്ട്രിയും ഇംഗ്ലീഷും മാത്സും ബയോളജിയൊക്കെ നല്ല കിഡിലൻ ക്ലാസ് ആണ്. വെയിറ്റ് ചെയ്തിരിക്കണം. കിഡിലൻ ക്ലാസ് ആണ്. നിങ്ങൾ ഒരെണ്ണത്തിനെ കുറിച്ചും ടെൻഷൻ അടിക്കണം. ബയോളജി വേണം, ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് വേണം, എല്ലാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഇടുന്നൊരു അധ്യാപകനാണ്. നിങ്ങൾ അതിനകത്ത് ടെൻഷൻ അടിച്ച് മെസ്സേജ് അയക്കുകയും കോളുകൾ അയച്ച് ഞങ്ങൾക്ക് ടെൻഷൻ, നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും കൃത്യമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കൂട്ടത്തിൽ ഒരാളാണെന്ന് വിചാരിക്കുക. അന്നേരം കോളുകൾ വരുമ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വാട്സപ്പിന് റിപ്ലൈ ചെയ്യാനോ ഒന്നും ചിലപ്പോൾ എനിക്ക് സാധിക്കാത്തതിന് കാരണം ഒരുപാട് കാര്യങ്ങൾ. ഈ പാതിരാത്രി പോകുന്ന ഞാൻ, വെളുപ്പിനെയൊക്കെ പോകുന്ന ഞാൻ എന്ത് ചെയ്യണം? കൃത്യസമയം ഉറങ്ങാൻ പോലും കൃത്യമായിട്ട് ഇതില്ല. അന്നേരം നിങ്ങൾ വേണം അതൊക്കെ മനസ്സിലാക്കി പെരുമാറാൻ. നമ്മളൊരു കുടുംബമാണ്, ഐക്യമായിട്ട് പോകേണ്ടവരാണ്. ഇതൊക്കെ മനസ്സിലാക്കുക. കാരണം +2കാരുടെ ലാബിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു, മാറ്റണം എന്നുള്ളതുകൊണ്ട് അവരെ മാറ്റിയില്ലെങ്കിൽ അവരുടെ ലാബ് ചെയ്തു കൊടുക്കേണ്ട എൻ്റെ ഒരു ബാധ്യതയാണ് എന്നുള്ളതല്ല. എനിക്ക് എൻ്റെ സ്വന്തം കുട്ടികളാണ് അവര്. നിങ്ങളെ സ്വന്തം കുട്ടികളാണ്. അവരാണ് എന്നെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു. അവരിൽ നിന്നാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നത്. അന്നേരം അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ലാസ്റ്റ് നിമിഷം വരെ ചെയ്തു കൊടുക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. അന്നേരം അത് കാര്യങ്ങൾ, അന്നേരം ഇത് കോളും കാര്യങ്ങളും മെസ്സേജുകളും ഒക്കെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. യുഗരീഷ് സാറ് വാട്സപ്പിന് മെസ്സേജ് ആണെന്നില്ല, ജാടയാണ്. എൻ്റെ പൊന്നുമക്കളെ ഒരു ജാടയും ഒന്നുമില്ല, ഇതുകൊണ്ട് മാത്രമാണ്. ഇനി 3ാമത് ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ഇതിന് ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചപ്പം എൻ്റെ അധ്യാപക സംഘടനയില് എൻ്റെ അധ്യാപക സംഘടന പറഞ്ഞാൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അധ്യാപക സംഘടനയിലും എൻ്റെ അധ്യാപക സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് അധ്യാപന രീതിയിൽ DHSC പോർട്ടലിൽ കയറി നോക്കിയപ്പം കൃത്യമായിട്ടുള്ള ഗംഭീരമായ, നിങ്ങൾ ആലോചിച്ചാൽ മതി, കൃത്യമായ ഒരു ഫേക്ക് ന്യൂസ് ഒന്നുമല്ല, വളരെ കാര്യം. അതിന്റെ എക്സാമിന്റെ ഡേറ്റിന്റെ ഫീസിന്റെ കാര്യങ്ങളും എക്സാം ഡേറ്റും എല്ലാം വെച്ച് വളരെ കാര്യമായ ഒരു സംഭവമാണ് വന്നത്. അത് തന്നെ അതിനകത്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ കുറെ കുട്ടികൾ പറഞ്ഞു ഫേക്ക് ആണ് സാർ. കാരണം +1കാരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഈ ഫോക്കസ് ഏരിയ ഒന്ന് ഫേക്കായി വന്നതോടുകൂടി ഒരു മെസ്സേജ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം +1 ഇനി ഫേക്ക് ആണോ എന്ന് ചോദിച്ചത് അടിപൊളിയായിട്ടുണ്ട്, അത് സമ്മതിക്കണം. അന്നേരം അങ്ങനെ ഒരു കാര്യം ഉറപ്പായിട്ടും ഞാൻ വളരെ ശ്രദ്ധിച്ച് അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യാറുള്ളൂ. അത് കറക്റ്റായിട്ട് വന്നതാണ്. പിന്നെ അത് ഹൈഡ് ചെയ്ത് പോയി, പിന്നീട് അത് കൃത്യമായിട്ട് വീണ്ടും വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ആ ടൈം ടേബിളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സെപ്റ്റംബർ 6 തുടങ്ങി സെപ്റ്റംബർ 16 വരെ. നമുക്ക് സയൻസുകാർക്ക് സെപ്റ്റംബർ 7 മുതൽ സെപ്റ്റംബർ 16 വരെയാണ്. അതായത് നിങ്ങൾക്ക് 3 മാസം, ഏകദേശം 3 മാസം സമയം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 3 മാസം ഞങ്ങൾക്ക് സമയമുണ്ട്. ഇല്ല, 3 മാസം സമയമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വിഷയങ്ങളും പഠിക്കണം. ഈ പരീക്ഷ മാറ്റത്തില്ല. അതിന്റെ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾക്ക് ഇതിനിടയിൽ പരീക്ഷകൾക്കിടയിൽ ഗ്യാപ്പില്ല എന്ന് പറയാൻ വീണ്ടും കാരണം പെട്ടെന്ന് പരീക്ഷ നടത്തുക എന്നുള്ളതായിരിക്കും. പൊതുപരീക്ഷ നടത്തേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെ പത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്. കാരണം +2 എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാലോ എന്നൊക്കെ വിചാരിച്ചായിരിക്കാം. +2 പരീക്ഷകളും കേരളത്തിൽ നടക്കും, സംശയം വേണ്ട. അന്നേരം അത് ശ്രദ്ധിക്കണം, ഗ്യാപ്പില്ല. അതിന് കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ട്
പഠിക്കുന്നവർക്ക് മാത്രമേ മാക്സിമം മാർക്കിനകത്ത് പ്ലസ് വൺ നിങ്ങൾ മേടിക്കാൻ നോക്കിയോണം. കേരളത്തിലുള്ള എല്ലാ കുട്ടികളും ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം വേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് പല വീഡിയോയ്ക്കും കിട്ടാത്തതിന്റെ കാരണം എന്റെ കാര്യമൊന്നും അല്ല, യൂട്യൂബ് എന്ന് പറഞ്ഞ വലിയ പ്ലാറ്റ്ഫോമിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതിൽ നോട്ടിഫിക്കേഷൻസ് ബെല്ലൈക്കൺ അടിച്ചു പൊളിച്ച് എനേബിൾ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പറപ്പിച്ച് എനേബിൾ ചെയ്ത് വെക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ പലപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ പ്ലേലിസ്റ്റ് നിങ്ങൾ കയറി നോക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് തിങ് പ്ലസ് വണ്ണിൽ ഇതാണ്. അതായത് പ്ലസ് വണ്ണിലെ പരീക്ഷ കഴിഞ്ഞ ശേഷം നമുക്ക് എല്ലാ വർഷവും എല്ലാ കുട്ടികളും പറയുന്നുണ്ട് ഇംപ്രൂവ്മെന്റിന് ഞങ്ങൾക്ക് 3 വിഷയം ഇംപ്രൂവ് ചെയ്യാം. ഈ വട്ടം ഇല്ലെന്ന് സർക്കുലറിൽ വ്യക്തവും ശക്തവുമായി പറഞ്ഞിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ല. അതായത് പ്ലസ് വണ്ണിന്റെ ലാസ്റ്റ് പരീക്ഷയാണ്, ഇതിൽ നിങ്ങൾ മാക്സിമം മാർക്ക് മേടിച്ചോണം. നമ്മൾ മാക്സിമം പവറായിട്ട് പഠിച്ചോണം. ഇംപ്രൂവ്മെന്റിന് ഇല്ല, സാധ്യതയില്ല. നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്ത് മാർക്ക് മേടിക്കണം. എന്നെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ഞാൻ എന്റെ മാക്സിമം ചെയ്തു തരും. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ പോലുള്ള അധ്യാപകനെ നമുക്ക് ഓരോ അധ്യാപകരെ നിങ്ങൾക്ക് വരുമ്പോൾ അതാത് വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള അധ്യാപകരെ തരുമ്പം നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകുന്ന അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി മുന്നോട്ട് കൊണ്ടുപോയി. നേരത്തെ ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഫിസിക്സ് എന്ന് പറയുന്ന വിഷയങ്ങൾ മാത്രം, ഫിസിക്സ് എന്ന് പറയുന്ന വിഷയം മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങളെല്ലാം തരുന്നുണ്ടെങ്കിൽ അതിനാണെങ്കിൽ അതുപോലെ കഷ്ടപ്പാടുണ്ട്. ഒരു വീഡിയോ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ അപ്ലോഡ് ചെയ്യണം, അതിന്റെ റെൻഡർ ചെയ്യാൻ എടുക്കുന്ന സമയം എല്ലാം നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ 2 or 3 കൂടുതലൊന്നും 2 കൂടുതലൊന്നും വീഡിയോസ് ഒന്നും ഇടാൻ പറ്റത്തില്ല. പക്ഷെ പരീക്ഷ ഞാൻ ഉറപ്പ് വരുന്നു, ഇപ്പൊ 3 മാസം കൊണ്ട് പരീക്ഷയും അതിന്റെ റിവിഷനും കഴിഞ്ഞിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വിടത്തുള്ളൂ എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ്. അതിന് സംശയം വേണ്ട. അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. അത് നമുക്ക് മാസമായിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. എവിടെ ഇരിക്കേ? സൂപ്പർ ആയിരിക്കേ. അത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ 2 ചാപ്റ്റർ നമ്മൾ തീർത്തിരുന്നു. ഒന്ന് ഫിസിക്കൽ വേൾഡും 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സും. അങ്ങനെ ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഫോക്കസ് ഏരിയയിൽ സാറേ ഡയമെൻഷണൽ ഫോർമുലയും ഡയമെൻഷണൽ ഇക്വേഷനും ഉണ്ട്, പിന്നെ സാർ ഡയമെൻഷണൽ ഫോർമുലയും ഡയമെൻഷണൽ ഇക്വേഷനും പഠിപ്പിച്ചില്ലല്ലോ സാർ, എന്താണ് സാർ ഇങ്ങനെ സാർ? ഡയമെൻഷണൽ ഫോർമുല എന്ന് ഡയമെൻഷൻ ഇക്വേഷൻസ് തന്നെയാണ്. നമ്മൾ ഈ പഠിച്ച ഡയമെൻഷൻ ഇക്വേഷൻസ് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഫോഴ്സിന്റെ പഠിച്ചു, വെലോസിറ്റി, ഡയമെൻഷൻ ഇക്വേഷനിൽ പഠിച്ചത്. വാട്ട് ഈസ് മെൻ ബൈ ഡയമെൻഷണൽ ഫോർമുല, വാട്ട് ഈസ് മെൻ ബൈ ഡയമെൻഷൻ ഇക്വേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നാ വേണ്ട, ഇനി അതിന്റെ കുറവുകൊണ്ട് നമുക്ക് ഒരു മാർക്ക് കുറയണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ആദ്യം അതങ്ങ് പറഞ്ഞു നിർത്തിക്കൊണ്ട് നമ്മുടെ ബ്രഹ്മാണ്ഡ ചാപ്റ്ററിലേക്ക് നമുക്ക് കയറാം. കാരണം എന്താണ് ഡയമെൻഷൻ ഫോർമുല, എന്താണ് ഡയമെൻഷൻ ഇക്വേഷൻ എന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഇത്രയേ ഉള്ളൂ. ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾ ഇതൊക്കെ ഡെഫിനിഷൻ കാണാൻ പഠിച്ചു വെച്ചേക്കണം. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഷോയിങ് ഹൗ ആൻഡ് വിച്ച് ഓഫ് ദി ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് മാസ്, ലെങ്ത് ആൻഡ് ടൈം ഒക്കറിംഗ് ഡിറൈവ്ഡ് യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും. ഉദാഹരണം, ദി ഡയമെൻഷണൽ ഫോർമുല ഫോർ വെലോസിറ്റി ഈസ് L(t)⁻⁻1. ദി ഡയമെൻഷണൽ ഫോർമുല ഫോർ വെലോസിറ്റി ഈസ് L(t)⁻⁻1. അവിടെ ലെങ്തും ടൈമും ഉണ്ട്. മാസ് ലെങ്തും ടൈമും വെച്ചാണല്ലോ നമ്മൾ ഡയമെൻഷൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഡയമെൻഷണൽ ഫോർമുലയും ഡയമെൻഷൻ ഇക്വേഷൻ തമ്മിൽ വ്യത്യാസം? ഒരു ഇക്വേഷൻ നമ്മളിപ്പോ എന്ത് പറയുന്നത്? ഇപ്പം ഉദാഹരണം a+b² a² + 2ab+b². a+b² ഈക്വൽ എന്ന് പറഞ്ഞാൽ ഒരു ഈക്വൽ സൈൻ എഴുതുന്നതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. അന്നേരം എന്താണ് ഡയമെൻഷൻ ഇക്വേഷൻ? നമ്മൾ മുമ്പേ ഡയമെൻഷൻ ഫോർമുല പറഞ്ഞില്ലേ, എന്തോ ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുമ്പോൾ ദി ഡയമെൻഷൻ ഫോർമുല ഫോർ ഫോഴ്സ് ഈസ് mL(t)⁻². ഡയമെൻഷൻ ഇക്വേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ഡയമെൻഷൻ ഫോർമുല ഫോർ ഫോഴ്സ് F ഈക്വൽ സൈൻ ഇട്ടാൽ മതി. F = mL(t)⁻². ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് എളുപ്പമല്ലേ? അതുകൊണ്ട് ഡയമെൻഷൻ ഇക്വേഷൻ when the dimension formula is equated നമ്മൾ ഈക്വൽ സൈൻ കൊടുക്കണം with its physical quantity in the form of an equation. The equation is called dimension equation. Okay, when the dimension formula for force is mL(t)⁻², the dimension formula അല്ലെങ്കിൽ dimension equation for force is F ഈക്വൽ സൈൻ ഇട്ട് എഴുതുന്നതെല്ലാം ഡയമെൻഷൻ ഇക്വേഷൻ ആണ്. F = mL(t)⁻². പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ദി ഡയമെൻഷൻ ഫോർമുല ഫോർ ആക്സലറേഷൻ ഈസ് L(t)⁻². അതെങ്ങനെ ഇക്വേഷൻ ആയിട്ട് പറയും? ദി ഡയമെൻഷൻ ഇക്വേഷൻ ഫോർ ആക്സലറേഷൻ A = L(t)⁻². ഒരു ഈക്വൽ സൈൻ കൊടുക്കുകയാണെങ്കിൽ ഡയമെൻഷൻ ഇക്വേഷൻ, അല്ല നമ്മൾ സാധാരണ പോലെ പറയുന്ന ഡയമെൻഷൻ ഫോർമുല. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഹമ്പിൾ ഇത്രയും കാര്യമുള്ളൂ. അന്നേരം ഫിസിക്സിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ ക്ലാസ്സുകൾ കണ്ട്
ക്ലാസ്സുകൾ വളരെ സിമ്പിളായിട്ട് കണ്ട് വലിയ വലിയ സംഭവങ്ങൾ സിമ്പിളാക്കി നമുക്ക് പഠിക്കാം. വലിയ കൊലമ്പന്മാരെയൊക്കെ നമുക്ക് താഴെ കൊണ്ടുവരാം. KGF-നെയും ബാഹുബലിയൊക്കെ നമുക്ക് താഴെ ഇറക്കി നമുക്ക് പഠിക്കാം സിമ്പിളായിട്ട്. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അന്നേരം ഒരു വിഷയം നമുക്ക് ഇഷ്ടപ്പെടും. അന്നേരം ഒരു വിഷയം നമ്മൾ പവറായിട്ട് പഠിക്കും. അന്നേരം എല്ലാ വിഷയങ്ങളും നിങ്ങൾ പഠിക്കുക. മനസ്സിലായി? അന്നേരം ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്സിന്റെ +1 ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് പറയുന്ന മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. പറഞ്ഞപ്പോ ഭീകരം തോന്നിയില്ലോ അല്ലേ? മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഏറ്റവും വലിയ ചാപ്റ്റർ, 10ാമത്തെ ചാപ്റ്റർ. ഞാൻ ആ ചാപ്റ്റർ എടുക്കാനുള്ള കാരണം ആ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ട് ഈ ഫോക്കസ് ഏരിയ നല്ല ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ചോദിക്കും. അന്നേരം പല കുട്ടികളും ചോദിക്കുന്നത്, സാറ് ഫോക്കസ് ഏരിയയിൽ നല്ലാതെ ചോദ്യം ചോദിക്കത്തില്ലേ? ഫോക്കസ് ഏരിയനെ ചോദിക്കത്തുള്ളൂ 99%. 1% പോട്ടെ, നമുക്ക് 120 മാർക്കിൽ നിന്ന് 60 മാർക്കിന് എഴുതിയാൽ പോരെ. 10 മാർക്ക് പോട്ടെ, 110 മാർക്കിന് എഴുതാം. നിങ്ങൾ അതിലൊന്നും വിഷമിക്കേണ്ട. അതിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് വിട്ടുതന്നായിരുന്നു. നിങ്ങൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക, ഷെയർ ചെയ്യുക, പഠിക്കുക, ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അബ്സല്യൂട്ട്ലി ഐ ഓൺ ദി റൈറ്റ് പാത്ത്. യു ആർ ഓൾസോ ഓൺ ദി റൈറ്റ് പാത്ത്. ഓക്കെ വാ. അന്നേരം മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ 10ൽ നമ്മൾ ആദ്യം തുടങ്ങുന്ന പ്രഷർ. അത് എന്തുകൊണ്ടാണ് അത് ഇട്ടെന്നറിയോ? കുട്ടികളിലേക്ക് ഒരു പ്രഷർ ചെലുത്തുക എന്നുള്ള ഉദ്ദേശമായിരിക്കും. പ്രഷറിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനകത്ത് പ്രഷറും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ബെർണോളിസ് തിയറം എന്ന് പറയുന്ന സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. നമുക്ക് പതുക്കെ അത് പഠിച്ചു തീർത്താൽ മതി. വലിയ സമയം ഈ ഒരു 2-3 ക്ലാസ് കൊണ്ട് ചാപ്റ്റർ അതും തീർത്ത് നിങ്ങളുടെ കയ്യിലോടങ്ങ് തരിക. നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് കമന്റ്സ് ഇടുക. സാർ ഇത് മനസ്സിലായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വട്ടം ഇംഗ്ലീഷ് സാർ എടുത്തു തരും. 100 വട്ടം എടുത്തു തരും ഇംഗ്ലീഷ് സാർ. മനസ്സിലായില്ലെന്ന് പറഞ്ഞു, മനസ്സിലായെന്ന് നിങ്ങൾ കമന്റ്സ് ഇട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ്സ് ഇടാം ധൈര്യമായിട്ട്. പലരും പറയാറുണ്ട് ഇൻട്രൊഡക്ഷൻ സാറെ ചുരുക്കണം. ആവശ്യത്തിന് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങാൻ. പലർക്കും അത് മോട്ടിവേഷൻ ആവും. ചിലർക്ക് വളരെ 1000 ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കുഴപ്പമില്ല. കാര്യങ്ങൾ പറയണം. കാര്യങ്ങൾ പറയാൻ സമയം എടുക്കത്തില്ലയോ? എനിക്ക് നിങ്ങൾ 2x സ്പീഡിൽ കണ്ടാൽ മതി ആക്കണമെങ്കിൽ. കാരണം പറയേണ്ടടുത്ത് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പറയണം. അന്നേരം നമ്മൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കുക. തുടങ്ങാം. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. അന്നേരം നമ്മുടെ ബ്രഹ്മാണ്ഡ ചാപ്റ്റർ ആയിട്ടുള്ള മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് നിങ്ങൾ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും സിമ്പിൾ ആയിരുന്നു. ആ രീതി നമുക്ക് ഒതുക്കി എടുക്കാം. നമുക്ക് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് പഠിക്കുമ്പോഴേ ഫോക്കസ് ഏരിയയിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പ്രഷറാണ്. നിങ്ങൾ ആലോചിക്കുന്നില്ലയോ ഫ്ലൂയിഡ്സ് എന്താണെന്ന് അറിയാം. ചാപ്റ്ററിന്റെ പേരിനെ കുറിച്ച് അറിയാതെ നമ്മൾ പഠിക്കുന്നത് ശരിയല്ല. അന്നേരം ഫ്ലൂയിഡ്സ് എന്നാണ്. വാട്ട് ഇസ് മൈ ഫ്ലൂയിഡ്സ്? ഇപ്പൊ നിങ്ങൾ എന്റെ കൂട്ടത്തിൽ പഠിക്കാൻ പോവാം. ഫ്ലൂയിഡ്സ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. നമ്മൾ ഈ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന പേര് വെക്കുമ്പോൾ എവിടെയോ ഞങ്ങൾ കേട്ടിട്ടുള്ളത് പോലെ എവിടെയോ നാക്കിന്റെ തുമ്പത്ത് വന്നിരിക്കുന്നു തുപ്പിക്കളയാ എന്നൊക്കെ നമുക്ക് തോന്നും. എവിടെയോ കേട്ടുള്ളൂ. ലിക്വിഡ്സും ഗ്യാസസിന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. It is a combination of fluids is a combination of liquids and gases. Clear? And ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഫ്ലോ. അതിനൊഴുകി നടക്കാം. ലിക്വിഡ്സ് ആണെങ്കിൽ ഒഴുകി നടക്കാം. ഗ്യാസ് ആണെങ്കിൽ നമുക്ക് സ്മെൽ അറിയാം. ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ക്യാൻ ഫ്ലോ. അന്നേരം വാട്ട് ഈസ് മീൻ ബൈ ഫ്ലൂയിഡ്? എ ഫ്ലൂയിഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഇറ്റ് ക്യാൻ ഫ്ലോ. അത് കഴിഞ്ഞ് അടുത്തത് പ്രഷർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് മൊത്തത്തിൽ നോക്കുവാണെങ്കിലും പ്രഷർ എന്ന് പറയുന്ന ടൈമിന് വളരെയധികം സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഒരു ടോപ്പിക്കാണ് പ്രഷർ. പ്രഷറിനെ നമുക്ക് ത്രസ്റ്റ് ബൈ ഏരിയ എന്നൊക്കെ പറയാം. വളരെ സിമ്പിൾ ആയിട്ട് അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. പ്രഷർ ഈസ് ദി ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? പ്രഷർ. അന്നേരം ഇതൊരു യൂണിറ്റ് ഏരിയ ആണ്. ഈ വാച്ചിന്റെ ഡയലിന്റെ യൂണിറ്റ് ഏരിയ. ഇതിനകത്തോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അന്നേരം നമുക്കിവിടെ പ്രഷറായി. അന്നേരം നല്ല ഒരു യൂണിറ്റ് ഏരിയയിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ അവിടെ കിട്ടുന്നതിനെ പറയുന്നവരാണ് പ്രഷർ. ഇറ്റ് ഈസ് ദി ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ചില അധ്യാപകരാണെങ്കിൽ ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ പോകുന്നത്. അന്നേരം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷർ ഈക്വൽ ഫോഴ്സ് ബൈ ഏരിയ. ഇപ്പം ഇക്വേഷനുകൾ എന്റെ കൂട്ടത്തിലാണ് പഠിച്ചു പോകുന്നത്. പ്രഷർ ഈസ് ദി ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അല്ലേ? ഓക്കെ. ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് അടുത്തത് പെട്ടെന്ന് കയറുന്ന അതിന്റെ യൂണിറ്റിലോട്ടാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ ഡയമെൻഷൻ നിങ്ങൾക്കറിയാം. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ പെർ ബൈ
ഏരിയയുടെ എന്താണ്? മീറ്റർ സ്ക്വയർ. അതായത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതൊരു യൂണിറ്റ് ആണ്. പക്ഷെ മറ്റൊരു വലിയൊരു യൂണിറ്റ് ഉണ്ട്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ, PA. വളരെ ശ്രദ്ധിച്ചു ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് പാസ്കൽ. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ തെറിവിളിയുടെ അഭിഷേകം വരും. അന്നേരം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ, ഡിനോട്ട് ലെറ്റർ PA. ഞാൻ എന്താണ് ഇക്വേഷൻ പറഞ്ഞു, എന്താണ് അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറഞ്ഞു. പാസ്കൽ ഡിനോട്ട് ലെറ്റർ PA എന്നാണ്. ഇനി ഈ ഇതിന്റെ ഡയമെൻഷൻ എന്താണ്? ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ ഡയമെൻഷൻ mL(T⁻²) ബൈ ഏരിയയുടെ L സ്ക്വയർ. L സ്ക്വയറിനെ ഞാൻ മുകളിലോട്ട് കൊണ്ടുപോകുന്നു. mL(T⁻² ഇൻറ്റു L സ്ക്വയറിനെ മുകളിലോട്ട് കൊണ്ടുപോയാൽ L⁻². ഇവിടെ ഒരു L⁻1 ഉണ്ട്, L⁻² ഉണ്ട്. അന്നേരം നമുക്ക് പ്രഷറിന്റെ mL⁻1 T⁻². ഇതാണ് പ്രഷറിന്റെ ഡയമെൻഷൻ mL⁻1 T⁻². അത്രയും ക്രിസ്റ്റൽ ക്ലിയർ. ഇനി നമുക്ക് പ്രഷർ ഏത് തരം ക്വാണ്ടിറ്റി ആണ്? സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? എന്താണ് സ്കെയിലർ ക്വാണ്ടിറ്റി? സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് പഠിക്കും. സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ക്വാണ്ടിറ്റീസ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ബട്ട് നോട്ട് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് അളവ് മാത്രമേ ഉള്ളൂ, ദിശയില്ല, ഡയറക്ഷൻ ഇല്ല, ദിശാബോധം ഇല്ല, അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് സ്കെയിലർ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ ഇപ്പോൾ മാസ്. എന്റെ മാസ് ഞാൻ പറയുന്നത് ഇങ്ങനെ പറയുമോ? എനിക്ക് 75 കിലോ തെക്കോട്ട് എന്ന് നമ്മൾ പറയുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ആണ് സ്കെയിലർ ക്വാണ്ടിറ്റീസ്. അങ്ങനെ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്താണ്? These quantities have both magnitude and direction. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ഏത്? വെക്ടർ ക്വാണ്ടിറ്റീസ്. വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെ ഏതാണ്? ഏത് ക്വാണ്ടിറ്റീസ് ആണ്? വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. പ്രഷറിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രഷർ ഭീകരനാണ് ആ കാര്യത്തിൽ. പ്രഷറിന് ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഉണ്ട് പ്രഷറിന്. പക്ഷേ ഈ പ്രഷറിന് നിങ്ങൾ ശ്രദ്ധിക്കണം, മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ വെക്ടർ ക്വാണ്ടിറ്റി എന്നല്ലേ നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷെ പ്രഷറിനെ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ചോദിക്കും അതെന്താ സാർ അങ്ങനെ? അതങ്ങനാണ്. എന്താണെന്നറിയാവോ? ഇതുപോലൊരു ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് കറണ്ട്. അത് നമ്മൾ മോഷൻ എസ്ട്രെയിലിനകത്ത് പറഞ്ഞുതരാം. പ്രഷറിന്റെ പ്രത്യേകത എന്തൊക്കെയുണ്ട്? അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. പക്ഷെ അത് വെക്ടർ ക്വാണ്ടിറ്റി അല്ല. വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിന് വേറൊരു നെയിമോടെ വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ട്. ഇറ്റ് ഒബെയ്സ് വെക്ടർ ലോസ് ഓഫ് അഡീഷൻ. വെക്ടറിന്റെ ലോസ് ഒക്കെ കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ് ഇങ്ങനെ ലോസ് ഒക്കെ ഒബേ ചെയ്യുന്നതായിരിക്കണം. പക്ഷെ പ്രഷർ ഇതൊന്നും ഒബേ ചെയ്യത്തില്ല, വെക്ടറിന്റെ ലോസ് ഒന്നും ഒബേ ചെയ്യത്തില്ല. അതുകൊണ്ട് അവനെ പറഞ്ഞു വിട്ടു ഏത് ക്വാണ്ടിറ്റിയിലേക്ക്? സ്കെയിലാർ ക്വാണ്ടിറ്റിയിലേക്ക്. നിങ്ങൾ അങ്ങനെ ഓർത്തിരിക്കണം. Pressure is a scalar quantity because it does not obey vector laws of addition. അത് എന്ത് ഉപയോഗത്തില്ല? വെക്ടർ ലോസ് ഒബേ ചെയ്യാത്തത് കൊണ്ടാണ് പ്രഷറിനെ എങ്ങോട്ട് തട്ടിയത്? ജയിലിലോട്ട് തട്ടിയതുപോലെ സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആയിട്ട് സ്കെയിലർ ക്വാണ്ടിറ്റി ആയിട്ട് അങ്ങ് മാറ്റി. അത്രയും ക്ലിയർ ആയി. ഞാൻ പ്രഷറിന്റെ ഇക്വേഷൻ പറഞ്ഞു, ന്യൂട്ടന്റെ അതിന്റെ യൂണിറ്റുകൾ പറഞ്ഞു, അതിന്റെ ഡയമെൻഷൻ പറഞ്ഞു തന്നു, സ്കെയിലർ ക്വാണ്ടിറ്റി ആണെന്ന് എങ്ങനെയാണ് കിട്ടിയെന്ന് പറഞ്ഞു തന്നു. ഇനി പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് പ്രഷർ. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് 3 പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ആണ് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അറ്റ്മോസ്ഫിയർ നമ്മൾ കേട്ടില്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. 2 ബാർ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാർ അല്ല, അത് ക്യാപിറ്റൽ BAR ആണ്, ഇത് സ്മോൾ BAR ബാർ. 3 ടോർ. അല്ല പട്ടികയൊക്കെ ഇടാവുന്ന പേരുകളൊക്കെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും. അല്ല, ഈ 3 എണ്ണം ഓർത്തിരിക്കണം. പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞേ. ആയത് അറ്റ്മോസ്ഫിയർ, 2 ബാർ, 3 ടോർ. 1 അറ്റ്മോസ്ഫിയർ എത്രയാണ്? എല്ലാത്തിനും നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ടുള്ള പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകണം. 1 അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ പ്രോബ്ലത്തിൽ ചോദിക്കും കേട്ടോ. 1 അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 1.01325 ഇൻറ്റു 10⁵ പാസ്കൽ. 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കൽ. 1 ടോർ എന്ന് പറഞ്ഞാൽ 133 പാസ്കൽ. ഈ ടോർ എന്ന് പറഞ്ഞാൽ ഈ മെർക്കുറിയുടെ ഒക്കെ പ്രഷർ അളക്കുന്നതിനെ പറയുന്ന പേരാണ് ടോർ. അതൊക്കെ പഠിക്കാനുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യില്ല, അതൊന്നും ഇല്ല. ഇതിനെ എല്ലാത്തിനെയും പാസ്കലാക്കുന്ന ബോക്സിനകത്താക്കി പഠിച്ചാണ്. 1 അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 1.01325 ഇൻറ്റു 10⁵ പാസ്കൽ.
1 bar is equal to 10 raised to 5 Pascal. 1 torr is equal to 133 Pascal. 133 Pascal. Clear? ഇത് രണ്ടും നിങ്ങൾ ശരിക്കും ഒന്ന് ബോർഡിലോട്ട് സൂം ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിടുക്കരാണ്. എന്നറിയോ, 1 atmosphere എന്ന് പറഞ്ഞാൽ 1.01325. 1.01325 എന്നൊക്കെ പറഞ്ഞാൽ 1 തുല്യമാണ്. 1 into 10 raised to 5 പാസ്കലിന് തുല്യമല്ലയോ? 1 into 10 raised to 5 എന്ന് പറയുന്നത് 10 raised to 5 പാസ്കൽ. അങ്ങനെയാണെങ്കിൽ 1 bar എന്ന് പറയുന്നത് 10 raised to 5 പാസ്കൽ. ഏകദേശം അങ്ങനെ പറയുവാണെങ്കിൽ 1 atmosphere എന്ന് പറഞ്ഞാൽ ഏകദേശം ന്യൂമറിക്കലി ഈക്വൽ ടു 1 bar. രണ്ടുപേരും സെയിം പിച്ചാൽ ആരൊക്കെ? 1 atmosphere എന്ന് പറയുന്നത് 1 bar എന്ന് പറയുന്നത് മനസ്സിലായി. പാസ്കലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇതും 1 ആണ്. 1 into 10 raised to 5 എന്നാണ് 10 raised to 5 ആണ്. ഇത് 10 raised to 5 ആണ്. രണ്ടും ഏകദേശം ഒരുപോലാണ്. 1 atmosphere ഏകദേശം ഏതിന് തുല്യമാണ്? 1 ബാറിന് തുല്യമാണ്. കൺവേർട്ടഡ് ഇൻറ്റു പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, 1 torr മെർക്കുറിയുടെ പ്രഷർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. പാസ്കലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 133 പാസ്കൽ. പ്രഷറിന്റെ ഇൻട്രോ സൂപ്പർ ആയിരിക്കും. എവിടെ ഇരിക്കേ? സ്റ്റൈൽ സൂപ്പർ ആയിരിക്കും അല്ലേ? ഇനി നമ്മള് പ്രഷറുമായിട്ട് മാത്രം നിർത്തണ്ട, അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ടോപ്പിക് കൂടെ പഠിച്ച് നമുക്ക് നിർത്താം. അന്നേരം ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തീരും. പക്ഷെ അതുകൂടെ പഠിക്കണം. ഓക്കെയോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ച് അടിച്ചോളാം കേട്ടോ. നമുക്ക് പഠിക്കാനാണ് നല്ല പവറായിട്ട്. എന്നിട്ട് കമന്റ്സ് പടപട വന്നിട്ടേക്കണം. അന്നേരം അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മള് പ്രഷർ പഠിച്ചിരിക്കുമ്പോൾ പ്രഷറുമായിട്ട് ഫോക്കസ് ഏരിയയായിട്ട് ബന്ധപ്പെട്ട്, അതാണ് ഫോക്കസ് ഏരിയയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ്. അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കുകൾ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ല. കാരണം അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ പ്രഷർ എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. അത് ഫോക്കസ് ഏരിയ ഇല്ലല്ലോ സാറേ എന്ന് ചോദിച്ചാൽ അതൊരു പ്രഷറാണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷർ above the surface of the earth there is a large column of air. അല്ലേ, നമ്മുടെ ഭൂമിയുടെ മുകളിലോട്ട് പോകുമ്പോൾ ഒരു ലാർജ് കോളം ഓഫ് എയർ ഉണ്ട്. ആ എയറിൽ എക്സർട്ട് ചെയ്യുന്ന, ആ എയറിൽ ഉൾക്കൊള്ളുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വാട്ട് ഈസ് മെൻ ബൈ അറ്റ്മോസ്ഫിയർ പ്രഷർ ഒന്നും ചോദിക്കത്തില്ല. പക്ഷെ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ഉണ്ട്. ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹൈറ്റ്, ഉയരം. ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് atmospheric pressure decreases. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. അതായത് നമ്മുടെ എർത്ത് സർഫസിന് മുകളിലായിട്ട് ഒരു ലാർജ് കോളം ഓഫ് എയർ ഉണ്ട്. അവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്, ഓൾട്ടിറ്റ്യൂഡ് നന്നായിട്ട് കൂടുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നു. ഒരു വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മുകളിലോട്ട് നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലോട്ട് കയറുകയാണ്. മല ഇങ്ങനെ കയറി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഹിൽ സ്റ്റേഷനിലൊക്കെ മണ്ടക്കോട്ട് പോകുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും. നമ്മുടെ ബോഡിയുടെ വ്യത്യാസങ്ങളൊക്കെ വന്നു നോക്കുമ്പോഴാണ് ചിലരുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാനുള്ള ചാൻസ്, പല രീതിയിലുള്ള ഹെൽത്തിന്റെ കണ്ടീഷൻ പറയാനുള്ള കാരണം ഈ ഒരു റീസണുകളുണ്ട്. ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസസ്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വിസ്കോസിറ്റി വെച്ചൊക്കെ പറയാം. ഞാനൊരു എക്സാമ്പിൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. വേറെ എക്സാമ്പിളും വേറെ പ്രോപ്പർട്ടി ഒക്കെ വെച്ച് പറയാം. കാരണം എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. ഇനി അറ്റ്മോസ്ഫിയർ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ഒരേ ഒരു രാജാവ്, ആ ലോയാണ് പാസ്കൽസ് ലോ. എന്തോലെയാണ്? പാസ്കൽസ് ലോ. കാരണം നിങ്ങൾ ആലോചിച്ച് പ്രഷറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ അല്ലേ? അന്നേരം ആ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ഒരേ ഒരു ലോ എന്ന് പറയുന്നത് പാസ്കൽസ് ലോ ആണ്. അന്നേരം ആ പാസ്കൽസ് ലോ നിങ്ങൾ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഇൻ ഇക്വിലിബ്രിയം ദി പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് is transmitted equally to every other point in the fluid. ഇത് പാടുന്ന പോലെ പഠിക്കണം. Pascal's law states that in a continuous fluid in equilibrium the pressure applied at any point is transmitted equally to every other point in the fluid. For example, ഇപ്പോൾ ഇതൊരു സിലിണ്ടറോ വല്ലതും ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ പ്രഷർ കൊടുത്തു, ഇത് ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടും.
ഇവിടെ ഒരു ടോട്ടൽ പ്രഷർ കിട്ടും. കാരണം ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ആ ടോട്ടൽ പ്രഷർ കൊണ്ട് എത്ര ഹെവി ആയിട്ടുള്ള ലോഡ് വേണമെങ്കിലും നമുക്ക് ലിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. എക്സാമ്പിൾ ഞാൻ പറയാം. അന്നേരം എന്താണ് പാസ്കൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലോയെ പറയുന്ന പേരാണ് പാസ്കൽസ് ലോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. പലപ്പോഴും 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഏതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ആപ്ലിക്കേഷൻ ഹൈഡ്രോളിക് ലിഫ്റ്റ്. ആപ്ലിക്കേഷൻ പാസ്കൽസ് ലോ ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോ മീൻസ് വാട്ടർ, ഹൈഡ്രോളിക് മീൻസ് പ്രഷർ. അന്നേരം ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്താണ്? പ്രഷർ കൊണ്ട് ലിഫ്റ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ സർവീസ് സെന്ററിൽ കാറിന്റെ സർവീസ് സെന്ററിൽ എന്തുവാ, നമ്മളൊരു കാർ എടുത്തിട്ട് പൊക്കിങ്ങനെ വെക്കുവാണോ? നമ്മുടെ കൈ കൊണ്ടൊക്കെ എല്ലാവരോടും പൊക്കി എന്നുണ്ടാക്കുവാണ്? അല്ല, നമ്മളൊരു പ്രഷർ എടുത്ത് കൊടുക്കുന്നു, പതുക്കെ കാർ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു, ഒരു ഹൈറ്റിൽ എത്തുന്നു. എന്നിട്ട് അവർക്ക് സർവീസ് ചെയ്യാനുള്ള ഭാഗത്തേക്ക് ആ ഹൈറ്റിലോട്ട് എത്തിക്കുന്നു. അന്നേരം അവിടെ ഏതാണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. പ്രഷർ കൊണ്ട് അത് ലിഫ്റ്റ് ചെയ്യും. നമ്മുടെ ഡെന്റിസ്റ്റ് ചെയേഴ്സ്, നമ്മൾ പല്ലെടുക്കാനോ അല്ലെങ്കിൽ പല്ലിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുമ്പോൾ ഡെന്റിസ്റ്റ് ഡോക്ടേഴ്സ് ചെയ്യുന്ന കാര്യം എന്താണ്? അവിടെ നമ്മുടെ സീറ്റ് നമ്മുടെ പൊക്കത്തിനനുസരിച്ചൊക്കെ റെഡിയാക്കുന്ന എല്ലാം ഏതാണ്? ഈ പറഞ്ഞ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. പാസ്കൽസ് ലോയാണ് അവിടെ എല്ലാം അപ്ലൈ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഹൈഡ്രോളിക് ബ്രേക്സ് ഉണ്ട്, ബ്രേക്കുകളുണ്ട്. ഒരുപാട് നിരവധി എക്സാമ്പിൾ, 2-3 എക്സാമ്പിൾ കൊടുത്തിരിക്കുക. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഡെന്റിസ്റ്റ് ചെയേഴ്സ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ മീൻസ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഓഫ് പാസ്കൽസ് ആണ്. സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അന്നേരം പ്രശ്നം പഠിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊരു തൃപ്തി വരും. നമ്മൾ പറഞ്ഞില്ലേ, നല്ല പായസമൊക്കെ കൂട്ടി ലാസ്റ്റ് നല്ല അടിപൊളിയായിട്ടൊരു മോര് കഴിച്ച് സദ്യ കൊണ്ടൊരു ഫീൽ വരും. അങ്ങനെ വേണം ഈ ഫോക്കസ് ഏരിയ പോയിന്റ് പഠിക്കാൻ. നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും അത് വിടാതെ വേണം പഠിക്കാൻ, സ്കിപ്പ് ചെയ്യരുത്. കാരണം പ്രഷർ പഠിക്കുമ്പോൾ നിങ്ങൾ അറ്റ്മോസ്ഫിയർ പ്രഷറും പാസ്കൽസ് ലോയും അതിന്റെ ആപ്ലിക്കേഷനായ ഹൈഡ്രോളിക് ലിഫ്റ്റും പഠിച്ചു കഴിഞ്ഞാൽ സംഭവം മാസായി. കാരണം ഇത്രയും ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ളൂ. അന്നേരം നമ്മൾ അടുത്ത ദിവസം നമ്മൾ അടുത്ത ടോപ്പിക്കിൽ ഒരു 2 ക്ലാസ്സോടെ മതിയായിരിക്കും എനിക്ക് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് 3ാമത്തെ ബ്രഹ്മാണ്ഡ ചാപ്റ്റർ തീർക്കാൻ. അത് നിങ്ങൾ പാട്ട് പാടി പഠിക്കും. ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു, ഒരു വട്ടം കാണുമ്പോഴേ നിങ്ങൾ പഠിക്കും. 1-2 വട്ടം കഴിയുമ്പോൾ നിങ്ങൾ പവറായിട്ട് പഠിക്കും. അന്നേരം ഇത് നിങ്ങൾ മാക്സിമം പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നതെല്ലാം. നിങ്ങൾ മാക്സിമം നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതെല്ലാം ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. എല്ലാ ക്ലാസ്സും സ്കിപ്പ് ചെയ്യാതെ എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സും കൃത്യമായിട്ട് എത്തിച്ചേരുന്ന ചുമതല ഞാനാണ് എത്തിക്കുന്നത്. അന്നേരം അത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അന്നേരം ഗിരീഷ് ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ചാനലാണ്, ഒരു കൂട്ടുകുടുംബമാണ്. അതിനകത്ത് ഒരു പ്രശ്നങ്ങളില്ലാതെ നമ്മൾ ഗംഭീരമായിട്ട് പഠിച്ചെടുക്കുക. റിസൾട്ട് വരുമ്പോൾ നല്ല പവറായിട്ട് നമുക്ക് റിസൾട്ട് വരും. അന്നേരം നല്ല റിസൾട്ട് വരട്ടെ, നല്ല അടിപൊളിയായിട്ട് പഠിക്കട്ടെ, സൂപ്പർ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ, സീ യു. ഓക്കെ വാ.